വൃത്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. തീത്തോസിൻ്റെ ലേഖനത്തെ പറ്റിയും തീത്തോസിനെ പറ്റിയും ചില കാര്യങ്ങൾ നമ്മൾ തിരുവചനത്തിൽ നിന്ന് ചിന്തിച്ചു. വായിച്ച തിരുവചനത്തിൽ എടുത്ത് ചിന്തിക്കാൻ പറ്റിയ ആ ചിന്താഭാഗം, നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന, നമ്മെ വീണ്ടെടുത്ത് നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവും മഹാദൈവമാണ്. യേശുക്രിസ്തുവാണ് ഏക ദൈവം. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. അവിടെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. ഇനി അതിനെ സംബന്ധിച്ച് തർക്കമൊന്നും വേണ്ട. യേശു ദൈവമാണോ ദൈവം അല്ലയോ എന്ന് കണ്ണനും വേണ്ട, തർക്കവും വേണ്ടി ഒരു വാക്യം മതി. അങ്ങനെ മഹാദൈവമാകുന്ന യേശു ക്രിസ്തു അവിടുന്നാണ് സർവത്തിൻ്റെ അധികാരി. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അടിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അനന്തരം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യവൃന്ദങ്ങളോട് പറഞ്ഞ ഭാഗമാണ് മത്തായി 28:18. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവാണ് സകലത്തിൻ്റെ അധികാരി. അവിടുന്ന് മഹാദൈവമാണ്, സർവത്തിൻ്റെ അധികാരിയാണ്. അതുകൊണ്ട് നാം ചിന്തിച്ചു വന്ന വിഷയം നിങ്ങൾക്കറിയാം, കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. നമ്മുടെ കർത്താവ് സർവത്തിൻ്റെ അധികാരി. ആ വിഷയത്തോട് ബന്ധപ്പെട്ട് നാം ചിന്തിച്ചു വന്നത് ഇയ്യോബിന്റെ ജീവിതാനുഭവമാണ്. ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ, മഹാദൈവമായ സത്യദൈവമായ കർത്താവ് അനുവദിക്കാതെ ഒന്നും വരികയില്ല. ഇന്നലെ ചിന്തിച്ച് നമ്മൾ നിർത്തിയ ഭാഗം, തലമുറ 10 മാറ്റപ്പെട്ടു, സമ്പത്ത് മുഴുവൻ നശിച്ചു. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇയ്യോബിൻ്റെ പരാജയത്തിൻ്റെ പാട്ട് കേൾക്കാൻ സാത്താൻ നിന്നപ്പോൾ ഇയ്യോബ് പരാജയത്തിൻ്റെ പല്ലവിയല്ല പാടിയത്. ഇയ്യോബ് പറയാ, യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറഞ്ഞാൽ ഈ തലമുറ മാറ്റപ്പെട്ടതും സമ്പത്ത് നഷ്ടപ്പെട്ടതും ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ദൈവം അറിയാതല്ല ഇതൊന്നും വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടാണ്. അവൾ ഇയ്യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേൾക്കാൻ സാത്താൻ നിന്നപ്പോൾ ഇയ്യോബ് നല്ല പദങ്ങളാണ് പറഞ്ഞത്, ദൈവത്തെ മഹത്വപ്പെടുത്തി. സാത്താൻ ലജ്ജിച്ചു. ഇന്നലെ ഓർപ്പിച്ചല്ലോ, സാത്താന്റെ ഒരു പ്രകൃതി തോറ്റാലും ലജ്ജിച്ചാലും പുറകോട്ട് പോവുകയല്ല, വീണ്ടും വന്ന് തോണ്ടും. അതാണ് 2-ാം അധ്യായത്തിന്റെ 1-ൽ പിന്നെയും വന്നെന്ന വായിച്ച 2-ന്റെ 1. പിന്നെയും ഒരു ദിവസം ദൈവോത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. പിന്നെയും പുള്ളി വന്നു. നിങ്ങൾ ആ ഭാഗം പഠിച്ച ദൈവം അന്നേരം പറഞ്ഞു, നീയല്ലേ പറഞ്ഞേ അവന്റെ സമ്പത്തും തലമുറയെല്ലാം മാറ്റപ്പെടുമ്പം അവൻ നിന്നെ തള്ളി പറയും, ഭക്തിയെല്ലാം പോകും. ഇപ്പാട്ടതെല്ലാം മാറ്റപ്പെട്ടിട്ടോ അവൻ ദൈവത്തെ സ്തുതിക്കുന്നില്ല. അപ്പം സാത്താന്റെ അടുത്ത പ്രയോഗമാ, തൊക്കിന് പകരം തൊക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുക്കും എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവനവന്റെ ജീവൻ. എല്ലാവർക്കും അതാ, എല്ലാവർക്കും അവനവന്റെ ജീവനാണ് ഏറ്റവും. ഞങ്ങളുടെ അച്ചായൻ എനിക്ക് ജീവനാന്നൊക്കെ പറയും, വെറുതെയാ, പിണങ്ങാൻ പറഞ്ഞതല്ല. എനിക്ക് സന്തോഷമായിട്ട് തോന്നുന്ന ഒരു കാര്യം, തങ്കമാമ ആ വീട്ടിലില്ലയോ പാർക്കുന്നത്, തങ്കമാമ കോശിച്ചാനെ ചാച്ചാന്നാണ് വിളിക്കുന്നത്. ആ വിളിയും ഒരു ഓമനത്വമുണ്ട്. ഞങ്ങളവിടെ താമസിക്കുന്നുണ്ട്, കേൾക്കാം. എന്നാലും തങ്കമാമയ്ക്ക് തങ്കമാമയുടെ ജീവനാണ് വലുത്. എല്ലാവർക്കും സകല മനുഷ്യർക്കും അവനവന്റെ ജീവനാണ് ഏറ്റവും വലുത്. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാ, ഒന്നുകൂടെ സന്ദർഭം വന്നുകൊണ്ട് പറയാം. സാധാരണ ഈ കുഞ്ഞുനാളിലാന്നേലും വളർന്നു വരുമ്പോഴാന്നേലും ഈ പിള്ളേർക്ക് ഇഞ്ചക്ഷൻ ചെയ്യാന്ന് പറയുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നത് ഈ അമ്മമാർക്കാണ് കൂടുതൽ സ്നേഹമെന്ന. അത് അങ്ങനൊരു ധാരണയാണ്.
അമ്മയ്ക്ക് ആ മക്കളോട് കൂടുതൽ സ്നേഹം. ഞാൻ എതിർക്കുന്നില്ല. അപ്പനെ പറ്റി വായിക്കുന്ന അപ്പന് കരുണയുണ്ടെന്നാ. കരുണയാ അപ്പന് മക്കളോട്. അപ്പം അമ്മയ്ക്ക് ആ കൂടുതൽ സ്നേഹം. അപ്പനേക്കായാലും മക്കളോട് സ്നേഹം അമ്മയ്ക്കാന്ന ഒരു നാടൻ പ്രയോഗമാണ്. പൂർണ്ണമായിട്ടൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ചിലയിടത്ത് ഈ അമ്മമാർ പിള്ളേരെ തിരിക്കുന്ന വീടുകളുണ്ട്. നിനക്കറിയത്തില്ല നിൻ്റെ അപ്പൻ്റെ സ്വഭാവം ആരാന്നറിയാമോ, ഞാൻ പിന്നെ മിണ്ടുന്നില്ലെന്നേ, അങ്ങനെ തെറ്റിക്കുന്ന തള്ളമാരും ഉണ്ട്. അവർ 2 മിനിറ്റത്തേക്ക് സ്തോത്രം ഒന്നും പറയുകയില്ല. നമ്മളൊരു ജാതിയാണെങ്കിലും ഓർത്ത് ഒന്ന് സഹായം ചെയ്യുന്ന നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് അങ്ങനെ വേണം. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചൊക്കെ വെച്ചിരിക്കുക. അപ്പം ഇത് പരീക്ഷിക്കാൻ ഒരു പരീക്ഷണം നടത്തി. ഒരു വലിയ ചില്ലുകൂടിനകത്ത് ഒരു തള്ളക്കുരങ്ങിനെയും അതിൻ്റെ കുഞ്ഞു കുരങ്ങിനെയും കൂടെ ഈ ചില്ലുകൂട്ടിലിട്ടു. തള്ളക്കുരങ്ങ് അല്പം വലുത്, അതിൻ്റെ കുഞ്ഞ ചെറുത്. എന്നിട്ട് മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചു. ഇടതരവില്ലാതെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പം വെള്ളം ഈ ചില്ലുകൂട്ടി വന്ന് ഇങ്ങനെ വെള്ളം പൊങ്ങി വരിക. അപ്പം കുഞ്ഞിക്കുരങ്ങ് വെള്ളത്തിൽ മുങ്ങാറായി. അപ്പം തള്ളക്കുരങ്ങ് കുഞ്ഞിക്കുരങ്ങിനെ അങ്ങ് എടുത്തു. സ്നേഹം, കരുണ, വാത്സല്യം, അമ്മയ്ക്കാന്നല്ലോ കൂടുതൽ, എടുത്ത് പൊക്കി. അന്നേരം വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ കൊച്ചിനെ ഉയർത്തി. വെള്ളം നിൽക്കുന്നില്ല, വെള്ളം വന്നു. ഒടുവിൽ അമ്മയുടെ പെടലിയുടെ അവിടം വരെ വെള്ളമായി. അന്നേരം കൊച്ചിനെ ഉയർത്തിപ്പിടിച്ചു. കുഞ്ഞിനോടുള്ള വാത്സല്യം, കരുണ. പിന്നെയും വെള്ളം വന്നുകൊണ്ടിരിക്കുക. ഒടുവിൽ അമ്മയുടെ മൂക്കറ്റം വെള്ളം വന്നു. അല്പവും കൂടെ കഴിഞ്ഞാൽ അമ്മയുടെ മൂക്കും ശ്വാസം കിട്ടാതാകും. അന്നേരം എത്തിക്കുത്തി കുഞ്ഞിനെ പൊക്കി. സ്നേഹം കുഞ്ഞിനോട്. കുറച്ച് കഴിഞ്ഞ് വെള്ളം വന്നുകൊണ്ടിരുന്ന അവസാനം അമ്മയുടെ മൂക്ക് മുട്ടി രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ കൊച്ചിനെ താഴെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്ന്. കാരണം ഇച്ചിരിയും കൂടെ കളറും കിട്ടുക. കാരണം അമ്മയ്ക്ക് നിങ്ങൾ പറ, നിങ്ങൾ അമ്മമാർ പറ, എന്തേലും പറ. എല്ലാവർക്കും അവനവൻ്റെ ജീവനാ വലുത്. അതെ, എല്ലാവർക്കും അതാ. അത് കുറ്റമല്ല, മനുഷ്യപ്രകൃതി അങ്ങനെ. പണ്ടൊക്കെ ഇന്ത്യയിലെ നിർബന്ധിച്ചായിരുന്നു സതി, അത് നിർത്തലാക്കി. അത് താല്പര്യം ഉണ്ടായിട്ടൊന്നും തീ കാത്തി ആടുന്നതല്ല. ചാടിയിലെ അവർ കെട്ടിയെടുത്ത്. അതുകൊണ്ടാ എല്ലാവർക്കും വലുത് അവനവൻ്റെ ജീവന. അതാ ഇവിടെ സാത്താൻ പറഞ്ഞത്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു. എല്ലാവർക്കും ജീവനാ വലുത്. അതിനുവേണ്ടി എന്തും കൊടുക്കും. അപ്പൊ സാത്താൻ പറഞ്ഞതിന്റെ ആഴം, അവന്റെ പിള്ളേരെയും പിറങ്ങണിയും വരുമാനമൊക്കെയാ തൊട്ടത്. അവനെ തൊട്ടില്ലല്ലോ. അവനെ തൊട്. അന്നേരം അറിയാം അവന്റെ തനിനിറം. അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. അപ്പോൾ ദൈവം സാത്താനോട് പറയാം, അങ്ങനെയാണെങ്കിൽ പിശാചേ, ഇതാ ഇയ്യോബിനെയും കൂടെ നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക. പക്ഷേ അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. ദൈവം പറയാതെ നിന്റെ പ്രാണൻ പോവുകയല്ല. ദൈവം അനുവദിക്കാതെ നമ്മുടെ പ്രാണന് ഒരു ഹാനിയും വരികയല്ല. അവിടുത്തെ ജീവഭാണ്ഡത്തിലാണ്. അവിടുന്ന് അനുവദിക്കണം. അവിടുന്ന് മഹാദൈവവും സർവശക്തനുമാണ്. സർവശക്തനായ മഹാദൈവമായ യേശു ക്രിസ്തു അനുവദിക്കാതെ അറിയാതെ ഒരു പോറൽ പോലും വരികയല്ല. അപ്പൊ സാത്താനോട് ദൈവം പറഞ്ഞതാ, അവനെയും കൊണ്ട് നിന്റെ കയ്യിലോട്ട് നിൽക്കാം, പക്ഷെ അവന്റെ പ്രാണനെ തൊടരുത്. സാത്താന് ഭയങ്കര സന്തോഷം ഉണ്ടായി കാണും. ആട്ടെ, അവനെ ഒന്ന് തൊടാവല്ലോ. ഇത്ര നാളും അവിടെ ഇവിടെയൊക്കെയാ തൊട്ടോണ്ടിരുന്നത്. ഇപ്പം ദൈവം പറയാം, അവനെയും കൂടെ തന്നിരിക്കുക, അതോടും. അങ്ങനെ സാത്താൻ, എൻ്റെ ഭാഷയാ, സന്തോഷിച്ച് പുറപ്പെട്ടു വന്ന് ഇയ്യോബിനെ അങ്ങ് തൊട്ടു. അടി തൊട്ട് മുടി വരെ അങ്ങ് തൊട്ടപ്പം വൃത്തിയായിട്ട് തൊട്ടു.
നല്ലതുപോലെ യോബിനെ തൊട്ടു. ഈ യോബിനെ ബാധിച്ച് പരുക്കളും വ്രണങ്ങളും അടിതൊട്ട് മുടി വരെ. അടുത്ത അധ്യായത്തിലുണ്ട് അതിവേദന. ശരീരം മുഴുവൻ പരുക്കൾ, വ്രണം, അസഖ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും. ശരീരം മുഴുവൻ പരുക്കള. എന്നാന്ന് ഞാൻ ഓർമ്മയില്ല. ഒരിക്കൽ ഒരാൾ പറഞ്ഞു യോബിന് കരപ്പൻ വന്നതായിരുന്നെന്ന്. നാട്ടിൽ പണ്ട് പിള്ളേർക്കുണ്ടാകുന്ന ആ കരപ്പനാന്നോ ഇത്? ഇത് ചൊറിയും കരപ്പനും ഒന്നുമല്ല. അപ്പൊ അസഖ്യമായ വേദനയ്ക്ക് വല്ലാത്ത ചൊറിച്ചിലും. ഈ ചൊറിച്ചിലും വേദനയും കഠിനപ്പെട്ടപ്പോൾ ചാരത്തിൽ പോയിരുന്ന് ഓട്ട് കഷണം എടുത്ത് ചൊറിഞ്ഞിരിക്കുക. ഞാൻ പറയാറുണ്ട്, ഭക്തനും അഭക്തനും തമ്മിലുള്ള വ്യത്യാസം, അല്ലെ ആത്മീകനും ജഡീകനും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഈ ചൊറിച്ചിലും വേദനയൊക്കെ അതികഠിനമായപ്പോൾ ചാരത്തിൽ പോയിരുന്ന് ഓട്ടുകഷണം എടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുക. നിങ്ങൾക്കറിയാം. എന്നാൽ മർക്കോസ് 5 ചൊറിയായിരുന്നു. വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. എന്തിന്? എന്നാത്തിന്? മർക്കോസ് 5 ലാസറിന്റെ കാര്യം. എന്തായാലും വെറുതെ ഇരിക്കുന്നില്ല, എന്തായാലും ഒക്കെ പറഞ്ഞു. അതാ 5:5 വായിര 5:5. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും. തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും. ഭക്തന് പ്രശ്നം വന്നപ്പം എന്റെ ഭാഷയാ ചൊരണ്ടി. ഇവന് പ്രശ്നം വന്നപ്പം ചതച്ചു. തന്നെത്താൻ അങ്ങ് ചതക്കുക. ഗുണപ്പെട്ടവനും ഗുണപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസം അതാ. ഗുണപ്പെട്ടവൻ ചൊറിഞ്ഞു, ഗുണപ്പെടാത്തവൻ തന്നെത്താൻ അങ്ങ് ചതക്കുക. ഈ തന്നെത്താൻ ഇടുക്കി അലയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ദൈവമെന്നും പറഞ്ഞ് നിനക്ക് മർക്കോസ് 5 മുടി വെച്ച് പറിക്കുകയും ദേഹത്തിന് ഇടിക്കുകയൊക്കെ ചെയ്ത് പിശാച. അതെ, തന്നെത്താൻ അലയ്ക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വീട്ടിൽ ആരെങ്കിലും പെരുമാറുകയാണെങ്കിൽ ബഹളം ഉണ്ടാക്കരുത്. ഞായറാഴ്ച അവസരം കിട്ടുക, എഴുന്നേറ്റ് പറയണം, കഴിഞ്ഞ ആഴ്ച മർക്കോസ് 5 നിറവേറി, ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാകും ഇന്നതാ സംഭവം എന്ന്. ഞങ്ങളത് പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കാം. യോബിന് ഈ പ്രശ്നമെല്ലാം വന്നപ്പോൾ ചാരത്തിൽ പോയിരുന്നു ഓട്ടുകഷണം എടുത്ത് ചൊറിഞ്ഞുണ്ട്. എല്ലാം തനിക്ക് പ്രതികൂലമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കഷ്ടങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ഒരു കാര്യം യോബിനറിയാം, ഞാൻ സേവിക്കുന്ന ദൈവം മഹാദൈവമാ. ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാ. എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ എനിക്ക് ഒന്നും വരികയില്ല. എല്ലാം പ്രതികൂലമാണ്. നിങ്ങളെ ശ്രദ്ധിക്കണം, സമ്പത്ത് മുഴുവൻ തീർന്നു, തലമുറ മുഴുവൻ മാറ്റപ്പെട്ടു. ഇപ്പം ശരീരവും രോഗത്താൽ പിടിക്കപ്പെട്ടു. ഈ വേദപഠിതാക്കളിൽ ചിലർ പറയുന്നത് പുറമേയുള്ള പരുക്കളേക്കാൾ ഉപരി ഉള്ളിൻ്റെ ഉള്ളിൽ പരുക്കളും വടുക്കളും ഉണ്ടായി അത് പൊട്ടിച്ചീഞ്ഞ് നിറങ്ങിട്ട് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ശ്വാസത്തിന് വരെ ദുർഗന്ധം വെച്ചെന്ന. അതുകൊണ്ടാ പുള്ളി പിന്നീടൊരു സാക്ഷ്യം പറഞ്ഞു, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവൾക്ക് അറപ്പുമായി. അപ്പോൾ ഈ ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ അത് ദുർഗന്ധം, അതുകൊണ്ട് അസഹ്യമായി. ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ കർത്തൃമേശയുടെ സമയത്ത് ചിലയിടത്ത്, എല്ലായിടത്തും അല്ല ചിലയിടത്ത്, എല്ലാവരും അല്ല ചിലര് വിശുദ്ധയുമ്മനും തരും വലിയ നാറ്റമാണ്. പിന്നെ നമ്മൾ ശ്വാസം പിടിച്ചങ്ങ് നമുക്കറിയാം ഇന്ന ആകെ നാറ്റൊക്കെ ശ്വാസം പിടിച്ചാൽ നമ്മളും പുള്ളി പോയി കഴിഞ്ഞാൽ ആ ശ്വാസം നമ്മൾ, അങ്ങനെയുള്ള കേസുകളുണ്ട്. അത് 2 സെക്കൻഡ് അല്ലെ 1 സെക്കൻഡ്, ഇതങ്ങനാണോ? ശ്വസിക്കുന്നത് മുഴുവൻ ദുർഗന്ധമാണ്.
അതുപോലെ അകത്ത് വടുക്കളും പരുക്കളുമായി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന വൈതരണികളായി പറഞ്ഞത്. സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, തലമുറ മുഴുവൻ നഷ്ടപ്പെട്ടു. ഒടുവിൽ ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ട് അസഹ്യമായ വേദനയ്ക്കും വല്ലാത്ത ചൊറിച്ചിലും. 5 ശ്വാസത്തിന് ദുർഗന്ധം. 6 അതിവേദന. എടുത്ത് വായിപ്പിക്കുന്നില്ല. 7 ശരീരമെല്ലാം പുഴുവും മൺകട്ടയും. സ്തോത്രം. മാത്രമല്ല ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം വന്ന് വളരെ തീക്കകത്തൂടാ പോകുന്നത്. ആ തെറ്റി ഒഴിഞ്ഞു വന്നവരും പുള്ളിയെ വേദനിപ്പിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഇയ്യോബ് നിന്ദിതനായി. വഴി നടന്നു പോയവർ പുള്ളിയെ ദ്വേഷിച്ചു. എല്ലാ വാക്യങ്ങളും എടുക്കാൻ നേരമില്ല, അതുകൊണ്ടാണ്. ഇങ്ങനെ വലിയ ശോധനയിൽ കൂടെ പോകുമ്പോൾ ഇയ്യോബിന് 2-3 സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഈ സ്നേഹിതന്മാര് 3 പേരും കൂടെ പറഞ്ഞൊത്തു, നമുക്ക് ഇയ്യോബിൻ്റെ അടുക്കലൊന്ന് പോകാം. കഷ്ടങ്ങളിൽ കൂടി പോവുക, ചിലപ്പോൾ ശോധനയാണ്. നമുക്ക് അത്തറ്റം പോയി പുള്ളിയുടെ കൂടെ 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടുത്താം. നല്ല സ്നേഹിതന്മാർ. ഇപ്പോഴാണെങ്കിൽ ചിലർ സ്വിച്ച് ഓഫ് ആയിരിക്കും. വിളിച്ചാലൊട്ട് കിട്ടുകയും അല്ലെ പരിധിക്ക് പുറത്ത്. ഈ സ്നേഹിതന്മാർ 3 പേരും പറഞ്ഞൊത്തു, നമുക്ക് തമ്മിൽ ഒത്തന്ന. ആ 11-ാം വാക്യം വായിച്ചേ. അനന്തരം തേമാന്യനായ എലീഫസ്, ബിൽദാദ്, നയമാത്യനായ സോഫർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ 3 സ്നേഹിതന്മാരും ഈ അനർത്ഥമൊക്കെ അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോടുകൂടെ സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞു ഒത്തു. എങ്ങനെ നല്ല സ്നേഹിതന്മാരാ. ഒന്ന് വലിയ കഷ്ടവും പ്രയാസം വന്നപ്പോൾ അത്തറ്റം പോകാനും അടുത്ത് എല്ലാന്നും പറയാനും ഒക്കെ പറഞ്ഞല്ലോ. പറഞ്ഞ എന്നാന്ന് പിന്നെ പറയാം, എന്നാലും അത് താല്പര്യം ഉണ്ടായല്ലോ. നാട്ടിലൊരു കവിതയുടെ ഒരു വരിയുണ്ട്, സുഖത്തിലുണ്ടാ സഖിമാൻ അനേകർ, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ലെന്ന. നല്ല അന്തരീക്ഷം ചുറ്റുപാട് വന്ന് ഇഷ്ടം പോലെ ചുമ്മാ ഇരിക്കുന്നൊരു ബന്ധം പിടിക്കും. അങ്ങനെ മനുഷ്യൻ്റെ പ്രകൃതി അതാ. നമ്മളോടൊപ്പം കട്ട നിൽക്കുകയെന്ന് പറയും, എൻ്റെ ആളാന്ന് പറയും. ഒരല്പ ക്ഷീണമാണെന്ന് പറഞ്ഞ് നമ്മൾ പറയും, പുള്ളി കണ്ടിട്ടുണ്ട്, പുള്ളി ഡാളസിലാന്നോ, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങിയതാ, ഇപ്പം പറഞ്ഞേനെ കണ്ടിട്ടുണ്ട്, എവിടെ വെച്ചോ. മനുഷ്യപ്രകൃതി അതാ. പക്ഷേ നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം. തായ് മറക്ക എങ്കിലു എന്നെ മറക്ക സ്നേഹിതനേ, തായ് മറക്ക എങ്കിലു എന്നെ മറക്ക. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മെ മറക്കാത്ത തള്ളിക്കളയാത്ത ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആട്ടെ, മുമ്പോട്ട് പോകാം. അപ്പോൾ ഈ 3 സ്നേഹിതന്മാര് പറഞ്ഞു, തമ്മിലെന്നല്ലേ അവിടെ എഴുതിയേക്കുന്നത്, അങ്ങനല്ലേ? അങ്ങനെ തമ്മിലൊക്കുന്ന ചില വിഷയങ്ങളുണ്ട്. തമ്മിലൊത്തു. ഇവർ തമ്മിലൊത്തത് പ്രാർത്ഥിക്കാം, അടുത്ത് എല്ലാം പുള്ളിയുടെ കൂടെ ഒന്ന് സഹതപിക്കാന്നൊക്കെ ഇവർ തമ്മിലൊത്തത്. മലാഖിയിലെ തമ്മിൽ പറഞ്ഞത് നമുക്കറിയാം. എന്തുവാ അന്ന് യഹോവ ഭക്തന്മാർ അവരെന്തുവാ തമ്മിൽ പറഞ്ഞേ? ഇയ്യോബിന്റെ സ്നേഹിതന്മാർ 3 പേര് തമ്മിൽ പറഞ്ഞു, നമുക്ക് അത്തറ്റം പോകാം, പുള്ളിയുടെ കൂടെ 10 മിനിറ്റ് ഇരിക്കാം, പ്രാർത്ഥിക്കാം, സഹതപിക്കാം. അത് നല്ല കാര്യമാണ്. മലാഖിയിൽ തമ്മിൽ പറഞ്ഞ എന്നാ? എല്ലാം ഭക്തന്മാരാ. അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ എന്തുവാ ഭക്തന്മാർ പറഞ്ഞ? 13 മുതൽ വായിര്. നിങ്ങളുടെ വാക്കുകൾ എന്നെ നേരെ അതികഠിനമായിരിക്കുന്ന യഹോവ ഭക്തന്മാരോട് പറയുകയാ. എല്ലാം ഭക്തന്മാരാ.
ഉടനെ ഭക്തന്മാർ ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക, ഞങ്ങൾ നിന്റെ നേരെ ഞങ്ങളെപ്പോഴും പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, വിക്ടറി, കാൽവറി, ജീസസ്, ഗ്ലോറി ടു ഗോഡ്, ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്നല്ല. ഞങ്ങൾ വേറെ ഒന്നും നല്ല ഭക്തന്മാരാ, ഞങ്ങളെപ്പോഴും അതേ പറയുന്നുള്ളൂ. പിന്നെ എന്തുവാ ഞങ്ങൾ ഇങ്ങനെ കഠിനമായിട്ട് പറയുന്നത്? ആ വായില് ഇതാ ഭക്തന്മാരുടെ വായിന്ന് വരുന്നത്. എൻ്റെ വേവിച്ചാൽ നമ്മൾ ഈ സുവിശേഷ വിലക്ക് ഇറങ്ങേണ്ട ഒരു കാര്യവും ഇറങ്ങിയും പോയി. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് ഇതാ ഇപ്പൊ പറയുന്ന ഭക്തന്മാരെന്ന് പറഞ്ഞത്. അടുത്തത്, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും. ആ കറുപ്പെന്ന് ഉദ്ദേശിക്കുന്ന ഉപവാസമാണ്. നമ്മൾ ഈ പ്രാർത്ഥിച്ചു ഉപവസിച്ചു ഒക്കെ ഇരുന്നിട്ട് എന്നാ പ്രയോജനം? ഭക്തന്മാർ തമ്മിൽ ഇരുന്ന് പറയുക. അടുത്തത്, അത് അടുത്ത ഡയലോഗ്. ഇവൻ്റെ സഭായത്തിന് വരാൻ നടക്കുന്നവനൊന്നും വെച്ചടി കയറ്റമാണ്. നമ്മൾ ജോലിയും അല്ല അവധിയെടുത്തല്ലേ വളരെ ബന്ധപ്പെട്ട് ഉറക്ക വിളച്ച് വന്ന് സഭായത്തിരിക്കാൻ നമുക്ക് ഒരു മെച്ചോ? അടുത്തത്, ദുഷ്പ്രവൃത്തിക്കാരെ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ ഒഴിഞ്ഞു പോകുന്നു. അടുത്തത്, ഭക്തന്മാരെല്ലാം കൂടെ പറഞ്ഞ ഇതാ പറഞ്ഞത്, അല്ലാതെ നല്ല കാര്യമൊന്നും അല്ല. സ്തോത്രം. കർത്താവിൻ്റെ വേല ചെയ്യുന്നത് അബദ്ധമാണ്. ദൈവസന്നിധി പ്രാർത്ഥിച്ചു ഉപവസിച്ച് മണ്ടത്തരമാണ്. അല്ല, ആസാബും പണ്ടിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് പുള്ളിക്ക് അസൂയ കൂടെ തോന്നി. ഇവിടെ ഭക്തന്മാർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. മറ്റേ പുള്ളിക്ക് ആസാബ് ആരാ? വർഷിപ്പ് ലീഡറാ. ചേർന്ന് പാടാം ഒരിക്കൽ കൂടി, കരങ്ങൾ വീശി വീശി. എൻ്റെ ഭാഷയാ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കാര്യമല്ല. ആസാപ്പ്, ലേവി ഗോത്രത്തിൽ കോരയ്ക്ക കുലത്തിൽ ബേരയ്ക്കാവിൻ്റെ മകൻ ആസാപ്പ്. പുള്ളി വർഷിപ്പ് എല്ലാം കഴിഞ്ഞ് വെച്ച് പുള്ളി, കാരണം ആസാപ്പ് തലവനെന്നാ 16:4 ഞാൻ വചനത്തിൽ നിന്ന് തെളിയിക്കാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചേ. ആസാപ്പ് തലവൻ വായിര്. അതാ വർഷിപ്പ് ലീഡറാന്ന് ഞാൻ പറഞ്ഞേ. താള് മറിക്കുന്ന ശബ്ദവും കേൾക്കുന്നുള്ളൂ, വാക്യം വായിക്കുന്നില്ല. കീർത്തനവും വന്ദനവും. അടുത്തത്, ആസാബ് തലവൻ, അതാ വർഷിപ്പ് ലീഡറാന്ന് പറഞ്ഞേ. 15-ാം അധ്യായത്തിൽ ലേവി ഗോത്രത്തിൽ കോരയ്ക്ക കുലത്തിൽ ബെരക്യാവിന്റെ മകനാണ് ആസാബ്, തലവനാ, വർഷിപ്പ് ലീഡറാ. അപ്പൊ പുള്ളിയുടെ ടൈമിൽ വർഷിപ്പ് എല്ലാം നടത്തി എല്ലാവരെ കൊണ്ട് പാടിപ്പിക്കും. പുള്ളിയും പാടും, എല്ലാവരെ കൊണ്ട് പാടിപ്പിക്കും. ഒരിക്കൽ കൂടി വീശി വീശി പോരാ പോരാ. അവനിങ്ങനെ തയ്യക്കാരൻ നിൽക്കുമ്പോൾ നിൽക്കുക. ഇതെല്ലാം പാട്ടും. പുള്ളിയുടെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ പുള്ളി അവിടെ നിന്ന് എൻ്റെ ഭാഷയാണ്, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. പുള്ളി ചിന്തിക്കുക, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് പിന്നെ ഒരു അവിടെ വെച്ചു. അവർക്ക് വേദന, അവരുടെ ദേഹമല്ല, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് അവർ മറ്റു മർത്യരെ പോലെ. ഇങ്ങനെ പുള്ളി ഈ വർഷിപ്പ് കഴിഞ്ഞാൽ ഈ അബദ്ധമെല്ലാം ചിന്തിച്ച് പോരുക. ചിന്തിച്ച് പുള്ളി ഒടുവിൽ അബദ്ധം കയറി പറഞ്ഞു ചോദിച്ചാൽ, അബദ്ധം പറഞ്ഞനാ, ഞാൻ കുറ്റമില്ലായ്മ എൻ്റെ കൈ കഴുകിയത്. ഒടുവിൽ ഇപ്പം വന്നേക്കുന്ന നിഗമനാണോ, പെന്തിക്കോസ് വരേണ്ട ഒരു കാര്യവും വെറുതെ ആ കമ്മലും മാലേ. അല്ല, അങ്ങനെ വല്ല ചിന്തയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഇന്ന് എല്ലാത്തിനെയും കൊണ്ട് ഇടിയിക്കുക. വെറുതെ എന്തേലും എങ്ങനെ ഞരക്കുന്നേ? അല്ല, അങ്ങനെ വല്ല അബദ്ധമുണ്ടോ? അല്ല, ഊരിയതോ ഉപേക്ഷിച്ചത് അബദ്ധമാണെന്ന് വല്ല ചിന്തയുണ്ടോ? ഇല്ല. കുഞ്ഞുങ്ങൾക്കോ? അതിനെപ്പറ്റി കൊച്ചമ്മ അഭിപ്രായം പറയണ്ട. വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നത്? സ്തോത്രം. അബദ്ധമാണെന്ന് ഇവ പറയുക. കുറ്റമില്ലായ്മ എൻ്റെ കൈ കഴുകിയത്. സാറ് ഒരു വരി ഇങ്ങനെ എടുത്തിട്ടുണ്ട്, പാടാൻ വയ്യ. പുഷ്ടികാലുന്തിന്ന കൺകളില്ലേ
അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. പുള്ളി തന്നെ പാടുക, വർഷിപ്പ് ലീഡറല്ലേ. പുഷ്ടിയാലുന്തിനകങ്ങൾ ഇല്ലേ, അവർക്കിഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയത് വ്യർത്ഥം, തീരെ വ്യർത്ഥം. ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയതു വ്യർത്ഥം, തീരെ പുള്ളി അബദ്ധമെല്ലാം ചിന്തിച്ചു. അപ്പൊ ഈ ആരാധനയും വർഷിപ്പും കഴിഞ്ഞേച്ച് പുള്ളി ചിന്തിച്ച് ഇങ്ങനെ അങ്ങ് പോവുക. അവസാനം ചിന്തിച്ച് പുള്ളി അവസാനം ചെന്ന അബദ്ധം പറഞ്ഞു, കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈ കഴുകിയത്. നിങ്ങൾ ആ സങ്കീർത്തനം പഠിക്കുമ്പോൾ ഇങ്ങനെ അബദ്ധമെല്ലാം പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞപ്പോൾ പുള്ളിയോട് പറഞ്ഞു ഒരു പാട്ടൂടെ വന്ന് പാടാൻ. ഉടനെ പുള്ളി റിട്ടേൺ. അതാ നിങ്ങൾ ആ സങ്കീർത്തനം വായിച്ചേ. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ തിരിച്ചിഞ്ഞു വന്നു. നമ്മൾ ചിന്തിച്ച് നേരെ അങ്ങ് സമുദായത്തിലോട്ട് പോകും. പിന്നെ ഈ ഏരിയയിലോട്ട് ആസാബിൻ്റെ ഒരു ഗുണം, പുള്ളി തിരിച്ചു വന്നു വെച്ചോ പുള്ളി പറഞ്ഞു, കർത്താവേ അവരുടെ അന്തം. അന്നേരം ദൈവം എടാ, എൻ്റെ ഭാഷയാണ്, എടാ പോട്ടാ, നിശ്ചയമായിട്ട് അവരെ വഴിവഴിപ്പ് നിർത്തിയിരിക്കുക. അന്നേരം പുള്ളി ബലപ്പെട്ടു. ഉടനെ പുള്ളി പറഞ്ഞു, ഓ എങ്കിലും എൻ്റെ വലങ്കയ്ക്ക് നീ പിന്നത്തേതിൽ എന്നെ. അങ്ങനെയും ഇന്ന് പകൽ ബലപ്പെട്ടേച്ച് പോവും. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും തമ്മിൽ പറയുകയും ചെയ്യരുത്. അല്ല, ഇരമ്യാവ് ഇങ്ങനെ ചിന്തിച്ചല്ലോ. 12:1 വായിര്. 12:1 ഇരമ്യാവ് തന്നെയല്ലേ ചിന്തിച്ചത്? വായിച്ചേ 12:1 പെട്ടെന്ന്. യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ തന്നെ നീതിമാൻ. എങ്കിലും ഞാൻ ന്യായങ്ങളെ കുറിച്ച് നിന്നോട്, ന്യായമൊക്കെ പറയാം, ആരോടും പറയാമല്ലോ ന്യായങ്ങളെ കുറിച്ച്. അടുത്തത് അയ്യോ, ദുഷ്ടന്മാരുടെ വഴി ശുഭമായിട്ടിരിക്കുന്നത്. സംഗതി എന്ത്? അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മൾ മനുഷ്യരാ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. പക്ഷെ ഒരു കാര്യം, വചനത്തിലും ആത്മാവിലും ബലപ്പെട്ടോണം. അവിടെ ഞാൻ ആ വിഷയം എടുക്കുക. അപ്പൊ ഇയ്യോബിന്റെ സ്നേഹിതന്മാര് 3 പേരൂടെ പറഞ്ഞൊത്ത് നമുക്ക് പോയി സഹതപിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വന്നെങ്കിൽ, എൻ്റെ ഭാഷ പറഞ്ഞ പ്രാർത്ഥിക്കാനാ വന്നെങ്കിലും പാര വെച്ചേച്ചാ. ഈ പ്രാർത്ഥനയ്ക്ക് വരുന്ന എല്ലാവരും പ്രാർത്ഥിക്കാമെന്നൊന്നും നിങ്ങൾ കരുതരുത്, മുഴുവൻ പാരയാ. സിമുഖ ഭാഗം. ഒരു ഉദാഹരണം പറയാം. പ്രാർത്ഥിക്കാൻ വരുന്നവരും ഈ പ്രയർ ലൈനിലുള്ളവരും വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുക, എല്ലാവരും ഒന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെന്നൊന്നും തെളിയിക്കാം. എല്ലാവരുടെയും കാര്യമല്ല, പരമാർത്ഥമായിട്ട് നല്ല രീതിയിൽ പോകുന്നവരുണ്ട്. ഒരു ഉദാഹരണം തരാം. ഇവിടുത്തെ രീതി അറിയത്തില്ല, നാട്ടിലെ രീതി വെച്ചാ പറയുന്നത്. ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല. ഈ സോദരി സമാജമുണ്ട്, അവർക്ക് പ്രത്യേക പ്രയറുണ്ട്. ലേഡീസ് പ്രയർ ഫെലോഷിപ്പ്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? ആട്ടെ, അല്ല തെറ്റിയെങ്കിൽ പറയണം. അതിൻ്റെ പ്രസിഡന്റ് സിസ്റ്റർ സൂസൻ, ഞാനൊരു പേര് പറഞ്ഞതാ. സെക്രട്ടറി സിസ്റ്റർ ബ്ലെസ്സി. ആയിക്കോട്ടെ, 2 പേര് പറഞ്ഞതേ ഉള്ള, പേരുകാരെ ക്ഷമിക്കണം. അപ്പൊ എല്ലാവരുടെ വന്ന് വട്ടം ഇരിക്കുക, പ്രാർത്ഥനയ്ക്ക് വട്ടം ഇരിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയാൻ പോകുന്നത്. അപ്പം ഉദാഹരണമാകട്ടോ, എല്ലാവരും മട്ടം ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഒരു സഹോദരി ഒരു വിഷയം പറഞ്ഞു. ഒരു വിഷയമുണ്ട്. ഉടനെ ഈ വിഷയം കേൾക്കാൻ എന്നെ ആഗ്രഹമാണെന്നറിയാവോ? ഭയങ്കര ശ്രദ്ധയാണ്. ഉടനെ അല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. ഉടനെ ആ സഹോദരി പറഞ്ഞു, ഒരു വിഷയമുണ്ട്. ഉടനെ എല്ലാം മിണ്ട കേൾക്കാം. എന്തോ അമ്മാമ്മേ? വീട്ടിൽ ഇച്ചിരി പ്രശ്നമാണ്. പ്രശ്നമാണ്. മോനും മോളുമായിട്ട് അത്ര സ്വരച്ചേർച്ച. ഈ പ്രാർത്ഥിക്കുന്നവർക്ക് ഉടനെ ജിജ്ഞാസയാണ്. ആന്നു ഉടനെ പുള്ളിക്കാരി മനോവേദനയോടാ പറയുന്നത്. ഇച്ചിരി 2 പേരും 2ആയിട്ടാണോ അതോ ഒരു വീട്ടിലാണോ? പ്രാർത്ഥനക്കാരങ്ങോട്ട് പറഞ്ഞ് 2 പേരും ഒരു അസ്വസ്ഥത. അപ്പാ
ഉമ്മ കള്ളത്തരമായതല്ല. അപ്പാ ഉടനെ വേറൊരു സഹോദരി പറയാം മാമേ പറ. ഉടനെ പുള്ളിക്കാരി മനോവേദന കൊണ്ടാണ് പറഞ്ഞത്. അതെ, അവർ ഡൈവോഴ്സ് ആകുമെന്ന. അതാ ഉടനെ ഈയിടെ വലിയ പ്രശ്നമായിരുന്നു. അമ്മാമ്മ വല്ലതും ചെയ്തോ? അവൻ എന്നെ പിടിച്ചൊന്ന് തള്ളി. അച്ചായനെ വല്ലതും ചെയ്തു. ആ അച്ചായനെ അവനെ അടിക്കാൻ. ഡൈവോഴ്സായി. ഇവിടെ 3 കെട്ടിയേച്ചിരിക്കുക ഒരുത്തൻ. ഈ പ്രാർത്ഥിക്കുന്ന നല്ലയുടെ സന്തതി 3 കെട്ടിയേച്ച് ഇനിയും പാടാ കെട്ടാന്നും പറഞ്ഞിരിക്കുക. അവരാ മറ്റവരുടെ വിഷയം എടുക്കുക. എല്ലാവരുടെയും കാര്യമല്ല. ഉടനെ പറയുന്ന ആട്ടമ്മേ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത സൂസനെ കൈ കോർത്ത് പിടിച്ചാട്ടെ, ആമേ ബ്ലസ് പിടിക്കും. അപ്പാ തങ്കമാമ പ്രാർത്ഥിച്ചാട്ടെ. തങ്കമാമയല്ല, ഞാനൊരു പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ദൈവമേ അപ്പാ ഉമ്മ ഇരുന്ന് മോങ്ങുക. എല്ലാവരുടെയും കാര്യമല്ല. ഇങ്ങനെല്ലാം പ്രാർത്ഥിച്ച. അപ്പം വിഷയം പറഞ്ഞ സഹോദരി മനോവേദനയോടെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞോണേ ഉദാഹരണമാണേ. ഉടനെ ആ സഹോദരി പറഞ്ഞു, സിസ്റ്റർ എനിക്ക് മുഴുവൻ സമയം ഇരിക്കാനൊക്കത്തില്ല, അച്ചായൻ തന്നെയുള്ളൂ, ഞാൻ അങ്ങ് അമ്മേ അമ്മാമേ ഞങ്ങൾ പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവത്തെ കൊണ്ട്. ഇവരങ്ങോട്ട് പോകുമ്പം ഈ പ്രാർത്ഥിക്കുന്നതിന് പോയോ? പോയി ഉടനെ ഒരു പ്രാർത്ഥിക്കുന്നവരാ എങ്ങനെയുണ്ട് ഇപ്പം? ഉടനെ മറ്റേ സഹോദരി ഇങ്ങനെ വരുമെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞതാണ്. ഉടനെ വേറൊരു പ്രാർത്ഥിക്കുന്ന സഹോദരി ഇതൊന്നും വിടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. ഉടനെ വേറൊരു സഹോദരി ഇങ്ങനെ വന്നില്ലേലേ ഉള്ളു. എല്ലാവരുടെയും കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തെളിച്ച് പറയത്തില്ലല്ലോ. ആരും പറയുവോ? ആരേലും പറയുവോ? മിണ്ടുകയല്ല. വേണം ഇങ്ങനെ പറയും, ഒരു വിഷയമുണ്ട് പ്രാർത്ഥിക്കണം. എന്നാ വിഷയം? പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല. എന്നാ ഒരു കാര്യം പറയാം, നിന്റെ മുഴുവൻ കാര്യവും ദൈവത്തോട് പറയണം. പൊതുവിൽ പറയേണ്ട ചില വിഷയങ്ങളുണ്ട്, പരിജ്ഞാനത്തോടായിരിക്കണം. പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ആത്മാർത്ഥതയോടല്ല. നീ പോയി കഴിയുമ്പോൾ ഇത് ചർച്ച ചെയ്യും. നീ പോയി കഴിയുമ്പോൾ ഇത് പലരോട് വിഷയങ്ങൾ ഇവർ തമ്മിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം പറയാം, പരിജ്ഞാനത്തോടെ ചില കാര്യം പറഞ്ഞോണം. ബാക്കി കാര്യമെല്ലാം ആരുമില്ലാത്തപ്പോൾ നീ മുഴങ്കാലിന്മേലിരുന്ന് നിന്റെ ദൈവത്തോട് പറയണം. നിന്റെ കർത്താവിന്റെ സന്നിധിയിൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന കർത്താവിനോട് പറയണം. ഇല്ലെങ്കിൽ ഇതെല്ലാം പ്രശ്നങ്ങളാ. എത്ര അതില്ലേ ആരെങ്കിലും തെളിച്ച് പറയുന്നുണ്ടോ? പറയത്തില്ല. ഞാൻ പറയാം, ഇപ്പം തന്നെ ഒരാൾക്ക് അസുഖം വന്ന ഉദാഹരണമാണ്. വന്നവരെ ദൈവ സൗഖ്യമാക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ. ഇപ്പോൾ ഒരു ക്യാൻസറാന്ന് വെച്ചു, തെളിച്ച് പറയൂ ആരെങ്കിലും? അറിയുന്നവരും പറയുകയല്ല. എന്നാണ് ഞങ്ങളുടെ അമ്മാമ്മയ്ക്ക് എന്തോ വയ്യാഴിയ, തെളിച്ച് പറയൂ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലും ഒരാരംഭം ഉണ്ടാകുമ്പോഴേ പ്രാർത്ഥിക്കുന്നവരോട് പറയണം. ഇത് മൂടി പൊത്തി അങ്ങേ അറ്റം പറ്റി കഴിയുമ്പോൾ മുഴുവൻ പ്രയർ ലൈനിലും എന്തായാലും പേരും പറയും. ഇപ്പൊ എത്രയാ? 4th സ്റ്റേജാ. ആദ്യത്തെ സ്റ്റേജിൽ എന്നാ പറയാഞ്ഞേ? നിങ്ങൾക്ക് മനസ്സിലാകാടിയാന്നോ? എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? ദൈവത്തിന് മഹത്വം. നിന്റെ വിഷയം മുഴുവൻ ദൈവത്തോട് പറ. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു നമ്മെ വിടുവിക്കുവാൻ, പൂർണ്ണമായി വിടുവിക്കുവാൻ ശക്തനാണ്. ആട്ടെ, ചുരുക്കി പറഞ്ഞാൽ എല്ലാം തനിക്ക് പ്രതികൂലമായി ഇവർ തമ്മിൽ പറഞ്ഞൊത്തു പ്രാർത്ഥിക്കാന്ന്. പക്ഷെ ആരെയാ വെച്ചത്? ഒടുവിലെ ഓടിച്ച് പറയാം, എൻ്റെ ഭാഷയാ. ഒടുവിൽ ഭാര്യയും കാലുവാരി. 2:9 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ പദ്ധതി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ്, ഞാൻ കുറ്റം പറയല്ല, ഒടുവിൽ ഭാര്യയും കാലുവാരി. ഭർത്താവും അങ്ങനെ തന്നെ. ഞാൻ മുമ്പേ ഒരു കാര്യം സൂചിപ്പിച്ചു, എല്ലാവർക്കും അവനവന്റെ ജീവനാ വല്ലത്. അച്ഛാ എന്നും പറഞ്ഞ് പുറകെ ഹിന്ദി പറഞ്ഞു കിടക്കുക നമ്മൾ ഓർക്കുന്ന ആത്മാർത്ഥതയാണെന്നോ?
അച്ഛാ. ഒരു ഹിന്ദിയും കൂടി ഇരിക്കട്ടെ, ഇംഗ്ലീഷ് മാത്രം പറഞ്ഞാൽ അങ്ങനെ നോക്കുന്നു. അച്ഛാ അച്ഛാ. ഇവിടെ എല്ലാവർക്കും ഒന്നും ആത്മാർത്ഥതയില്ല. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. ഭാര്യയും ഭർത്താവും ആൺപിള്ളേരും കൂടെ അനാഥശാലയിലോട്ട് അപ്പനെ കൊണ്ടുവരിക അവിടെ ആക്കാൻ. അപ്പൻ ആദ്യം അറിയത്തില്ല, പ്രായമായി, പരുവക്കേടാ. കാറെ കൊണ്ടുവരിക. അപ്പം അടുക്കാറായപ്പോൾ അപ്പനൊരു ചെറിയ ഡൗട്ട്, അവിടെ ഉപേക്ഷിച്ചു പോകാനാ. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. അവിടെ കൊണ്ട് ആക്കി. അപ്പം അവന് മനസ്സിലായി ഇവിടെ നിർത്താൻ പോവാന്ന്. ആൺപിള്ളേരുമുണ്ട്, അമ്മയുണ്ട്. അന്നേരം അപ്പൻ ഭാര്യയുടെ കൈക്ക് കയറി പിടിച്ച്, ഞാനൊരു പേരിടുക, ആ പേരല്ല, പേര് വേറെയാ, ഞാനങ്ങ് ഇടുക. പറഞ്ഞു മേരിക്കുട്ടി എന്നെ ഇട്ടേച്ച് പോകരുതെന്ന് പറഞ്ഞപ്പം കൈ തട്ടിയേച്ച് കാറെ കയറി അമ്മയും മക്കളും പോയി. ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട് അമ്മയും മക്കളും. അപ്പൻ അവിടെയും കിടപ്പുണ്ട്. അയാൾ ആയ കാലത്ത് മിലിറ്ററിയിലായിരുന്നു, നല്ല ശമ്പളം കിട്ടിയതാ. മനസ്സിലായോ? സ്തോത്രം. എല്ലാവരും അങ്ങനെ ആണെന്നും അല്ല പറഞ്ഞത്. മരണം വരെയും നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന, അന്യോന്യം സഹകരിക്കുന്ന, ശുശ്രൂഷിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും കാര്യം. പക്ഷെ മനുഷ്യ പ്രകൃതി ഇതാ. പണ്ട് ഞാൻ പറയുന്നില്ല, വെറുതെ എന്ത് ആലോക്യം ഉണ്ടാക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. മനുഷ്യന്റെ സ്നേഹത്തിനൊക്കെ പരിമിതി ഉണ്ടെന്ന്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നേഹം ഇല്ലെന്നൊന്നും പറയുന്നില്ല, തണുത്തിരിക്കുക. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹവും ഭാര്യയുടെയും ഭർത്താവിൻ്റെയൊക്കെ സ്നേഹത്തിന് കുറവ് വരും. കോവൂരെ കുഞ്ഞോളച്ചമ്മ പറഞ്ഞൊരു സംഭവം ഞാൻ എപ്പോഴും പറയാറുണ്ട്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ, കല്യാണം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഭാര്യയ്ക്ക് ഒരു ദീനം. അന്നത്തെ കാലമാണ്. വൈദ്യരെടുക്ക ചെന്നു. വൈദ്യുതി ദീനമെല്ലാം നോക്കി പരിശോധിച്ചു പറഞ്ഞതിന് ഒറ്റ പോംവഴിയുള്ളൂ, കരിമന്തി രസായനം കഴിക്കണം. കരിമന്തി. അപ്പോൾ അങ്ങാടി മരുന്നും എല്ലാം കുറിച്ച് പറഞ്ഞു, കരിമന്തിയെ കൊണ്ടുവന്ന് രസായനം വെച്ച് കഴിച്ചാൽ ദീനം മാറും. പുള്ളി കേട്ട പാതി ഒരു ഒറ്റ ഓട്ടം കാട്ടിലോട്ട് കരിമന്തിയെ പിടിക്കാൻ. കാരണം കല്യാണം കഴിച്ച ആ ദിവസങ്ങളാണ്. വൈദ്യുതി പറഞ്ഞു തീരുന്നതിന് മുന്നേ പുള്ളി ഓടി കാട്ടിലോട്ട്. എങ്ങനെയോ എപ്പടിയോ ഒരു കരിമന്തിയെ കൊണ്ടുവന്ന് വൈദ്യുതി കൊടുത്തു. അങ്ങാടി മരുന്ന് മേടിച്ച് രസായനം ഉണ്ടാക്കി കൊടുത്തു. ഭാര്യ കഴിച്ചു, പഥ്യം അനുസരിച്ച് കഴിച്ചു, ദീനം മാറി. കുഞ്ഞോളച്ചമ്മ പറഞ്ഞതാ. 35 കൊല്ലം കഴിഞ്ഞു, ഈ പഴയ ദീനം പുള്ളിക്കാരിക്ക് വീണ്ടും ഉണ്ടായി. അന്നേരം വൈദ്യര് ഉണ്ട്, പക്ഷെ ഒത്തിരി പ്രായമായി. അപ്പം നിർബന്ധിച്ച് ഒടുവിൽ അച്ചായനെയും കൂട്ടിക്കൊണ്ട് വൈദ്യരെ കാണാൻ പോകും. പുള്ളിക്ക് വലിയ താല്പര്യമില്ല. വൈദ്യര് നോക്കിയപ്പോൾ പഴയ ആൾക്കാർ തന്നെ, ദീനവും പഴയതാണ്. എന്നാൽ പുള്ളി മരുന്ന് എഴുതി വെച്ച് പറഞ്ഞ് പഴയ മരുന്ന് തന്നെയാണെന്ന് പറഞ്ഞു. പുള്ളിയുടെ കയ്യിലോട്ട് മരുന്ന് കിട്ടിയപ്പോൾ പുള്ളി മേളിൽ നിന്ന് താഴോട്ട് വായിക്കുന്നു, താഴേന്ന് മേളിലോട്ട് വായിക്കുന്നു, പിന്നെയും മേളിൽ നിന്ന് താഴോട്ട് വായിക്കുന്നു, താഴേന്ന് പിന്നെ കരിമന്തിയെ മേടിക്കുന്ന യാതൊരു ലക്ഷണവും. പണ്ടങ്ങനല്ല, എഴുതി തീരുന്നതിന് മുന്നേ ഓടുകയായിരുന്നു. 35 കൊല്ലം മുമ്പ്. 35 കൊല്ലം ആയപ്പം പുള്ളി മേപ്പോട്ടും കീഴ്പോട്ടും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഭാര്യ ചോദിച്ചു, അച്ഛാ കരിമന്തിയെ? അതിന് പുള്ളി അത് ചുരുട്ടിക്കൂട്ടി വെച്ച് പറഞ്ഞു, 35 കൊല്ലം ആയില്ല, മതിയെന്ന്. മനസ്സിലായി കാണും. കുറ്റമല്ലീ പറഞ്ഞത്. ഇവിടുത്തെ സ്നേഹത്തിനെല്ലാം പരിധിയുണ്ട്. ഒരു കൊച്ചമ്മ വന്ന് കുഞ്ഞോളച്ചമ്മ ഇടച്ച് വന്ന് കരഞ്ഞു. ഏങ്ങലിടിച്ച് കരഞ്ഞപ്പം കുഞ്ഞോളച്ചമ്മ ചോദിച്ചു, എന്തിനാ കരയുന്ന? കാര്യം പറ, കരയേണ്ടതാന്ന് ഞാനിവിടെ കരയാന്ന് പറഞ്ഞു. തന്നെ എന്ന് കരയാതെ. അന്നേരം ഈ കൊച്ചമ്മ കുഞ്ഞോളച്ചമ്മയോട് പറഞ്ഞു, കുഞ്ഞോളെ, എനിക്ക് ഒറ്റ ചെറുക്കനേ ഉള്ളൂ. അവൻ്റെ ചെറുപ്പത്തിൽ അവൻ്റെ അപ്പൻ മരിച്ചതാണ്. ഞാൻ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് വീട്ടുവേല ചെയ്ത് പാത്രം തേച്ച് മഴുക്കി അന്യ വീട്ടിൽ പോയി അവനെ ഞാൻ വളർത്തിയത്. ഒത്തിരി കഷ്ടപ്പെട്ടു, മുണ്ടുമുറുക്കി കൊടുത്ത് വളർത്തിയതാണ്. എൻ്റെ കുഞ്ഞോളെ,
യവനെ പഠിപ്പിച്ച് മിടുക്കനാക്കി ജോലിയൊക്കെ കിട്ടി. യവനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് ആണ്ടിൽ 3 കച്ചമുറി കൊണ്ടു തരുമായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആണ്ടിൽ 3 കച്ചമുറി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും, കച്ചമുറി. എന്നിട്ടോ എൻ്റെ കുഞ്ഞോളെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് ഒറ്റമുണ്ടായിരുന്നു. സ്നേഹം കുറഞ്ഞെന്ന് പറഞ്ഞതാ. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആണ്ടിൽ 3 കച്ചമുറി, കല്യാണം കഴിച്ചപ്പോൾ അത്. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ആണ്ടിൽ 2 തന്നോളെന്ന്, ഈ ആണ്ടിൽ 1. കുഞ്ഞോളച്ചൻ പറഞ്ഞു എന്നെ അടുത്ത ആണ്ടിൽ കിട്ടത്തുമില്ലെന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മ പിന്നെയും കരഞ്ഞു. കുഞ്ഞോളച്ചമ്മയുടെയൊക്കെ സമാധാനത്തിന് വന്നതാ. അന്നേരം പറയും അടുത്ത ആണ്ടിൽ കിട്ടുകയല്ലെന്ന്, ഒറ്റമുണ്ടും കിട്ടുകയല്ലെന്ന്. ഇവർ പിന്നെയും വിങ്ങി പൊട്ടിയപ്പം കുഞ്ഞോളച്ചമ്മ ഈ കൊച്ചമ്മയുടെ തോളത്ത് തട്ടിയേച്ച് പറഞ്ഞു, കൊച്ചമ്മയെ കരയാതെ. അവർ പറഞ്ഞ ഭാഷയാ, ആമക്കട കച്ചമുറിയെല്ലാം ഒറ്റമുണ്ടാകും, തമ്പുരാൻ്റെ ഒറ്റമുണ്ടെല്ലാം കച്ചമുറിയാകും. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടുത്തെ സ്നേഹമെല്ലാം ചോർന്നു പോകും, തണുത്തു പോകും. എന്നാൽ തമ്പുരാന്റെ സ്നേഹം യെരമ്യാവിലൊക്കെ വായിക്കുന്ന നിത്യസ്നേഹമെന്ന നദി പോലെ ഒഴുകുന്നതാ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ ഭാര്യ അവനോട് നീ ഇതിന്റെ പക്കരി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളയാൻ. എല്ലാം പ്രതികൂലമായി. യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേൾക്കാൻ നിന്നപ്പോൾ യോ പറഞ്ഞ പദമുണ്ട്, ഓടിച്ചങ്ങ് നിർത്താം. യോ പറഞ്ഞ 13:15 പറയാ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇതായിരിക്കണം നമ്മുടെ ദൃഢധൈര്യം. കാരണം നമ്മുടെ കർത്താവ് മഹാദൈവമാ, അവിടുന്ന് സർവശക്തനാ. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നിനക്കൊന്നും വരികയില്ല. യോബ് പറയുക, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ദൈവത്തിന്റെ മകത്ത്. ദൈവമക്കളോടൊരു കാര്യം പറയട്ടെ, നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എടുത്ത് ആടി ഒന്നും ചെയ്യരുത്. ദൈവത്തിനായി സൂക്ഷിച്ച് സംസാരിക്കണം, സൂക്ഷിച്ച് ഇടപെടുക, വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. ദൈവത്തിനായിട്ട് കാത്തിരിക്കണം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി എടുത്തിയാടി ഒന്നും ചെയ്യും. ഞാനെപ്പോഴും പറയും, എടുത്തിയാട്ട അബദ്ധമാണ്. ദാവീദിന്റെ കയ്യിൽ 2 പ്രാവശ്യം ശൗലിനെ ഏൽപ്പിച്ചു. 2 പ്രാവശ്യം ദാവീദ് എടുത്തിയാടിയില്ല. സ്തോത്രം. എടുത്തിയാടിയില്ല. ഒരിക്കൽ കാൽമടക്കത്തിന് ശൗലും ആൾക്കാരോട് കയറി വരുമ്പോൾ ദാവീദ് ഗുഹയ്ക്കകത്തുണ്ട്. അത് കണ്ടുകൊണ്ട് പെങ്ങളുടെ പിള്ളേർ, സെരൂയയുടെ പിള്ളേർ, അബീഷായി, യോവാബ്, അസാഗയിൽ ഒരു കൂടെയുണ്ട്. യോവാ പറഞ്ഞിട നിന്റെ വൈദിക ശത്രുവാകുന്ന ശൗലിനെ ദൈവം കൊണ്ടിരിക്കുക, കയറി വെട്ടാൻ പറഞ്ഞു. കയറി വെട്ടിക്കോളാം, ദൂത് പറയാൻ പോലെ പറഞ്ഞു. കയറി വെട്ടാൻ പറഞ്ഞു. ദാവീദ് പറഞ്ഞു, തൊട്ടു പോകരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാന്ന് പറഞ്ഞു. എടുത്തിയാടരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാ. എടുത്തിയാടരുത്, ദൈവമക്കൾ എടുത്തിയാടരുത്. പിന്നെ ദാവീദ് ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം അത് വൈരാഗ്യത്തിന് മുറിച്ചതില്ല, തെളിവിന്. എന്നിട്ട് തന്നെ മനസാക്ഷി കുത്തി തുടങ്ങി. നമുക്കിങ്ങനൊരു മനസാക്ഷി ഉണ്ടായിരുന്നേ, ഇച്ചിരി മുറിച്ചിട്ട് തന്നെ മനസാക്ഷി കുത്തി. നമ്മളൊരു ജൗളിക്കടല മുഴുവൻ തുണി ഓട്ടിച്ചാലും മനസാക്ഷിക്ക് പിന്നല്ലേ ഇച്ചിര ബാണ്ടിൽ കണക്കിന് ഓട്ടിച്ച് കൊണ്ടുവച്ചാലും. ഒരു കാര്യം പറയാം, ഇവിടെ പേരും പ്രശസ്തി സ്ഥാനവും മാനവും ഒന്നും കിട്ടിയില്ലെങ്കിൽ നല്ലൊരു മനസാക്ഷി വേണം, നല്ലൊരു ഹൃദയം വേണം. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ദൈവദാസൻ ഓർപ്പിച്ചതിനോട് ചേർന്ന് പിശാച് ഒരിക്കലെ യേശുവിനെ ദൈവാലയത്തിൻ്റെ ഗോപുരാകൃതി കയറ്റി വെച്ച് പറഞ്ഞു, താഴോട്ടെടുത്ത് ചാടാൻ. താഴോട്ട് ചാടിക്കും. എന്നിട്ട് 91-ാം സങ്കീർത്തനം 12-ാം വാക്യവും പിശാച് പറഞ്ഞു. പിശാചിൻ്റെ വാക്യം നല്ലത് ഇട്ടവാ, നമുക്കത് ഇട്ടമില്ലാത്ത കറക്റ്റ് വാക്യമാണ് പറഞ്ഞ്. 91-12. അപ്പം അതിനു മുമ്പ് ആദ്യത്തെ പരീക്ഷ വന്നേച്ച് പറഞ്ഞു, സ്തോത്രം, ഈ കല്ലുകളെല്ലാം അപ്പമായി തീരാൻ നീ കൽപ്പിക്കേ. യേശു വന്നാലും വചനം കൊണ്ട് വെട്ടി. ആവർത്തനം 6:3 എടുത്ത് പറഞ്ഞു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. അപ്പം ആവർത്തനം 6:3 വാക്യം യേശു അങ്ങോട്ട് പറഞ്ഞപ്പോൾ അടുത്ത പോയിന്റിൽ പിശാച് 91-12 ഇങ്ങോട്ട് പറഞ്ഞു. സ്തോത്രം. എന്നാൽ നാം താഴോട്ട് വായിച്ചു വരുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യം, അടുത്ത പരീക്ഷ മുഴുവൻ രാജ്യവും അതിൻ്റെ മഹത്വം കാണിച്ചു പിശാച് പറഞ്ഞു, ഇതെല്ലാം എൻ്റെതാണ്, ഇതെല്ലാം. കാരണം 1 യോഹന്നാൻ 5:19 അങ്ങനെയാണല്ലോ, ഇത് മുഴുവൻ എൻ്റെതാ, ഒന്ന് നമസ്കരിച്ചാൽ മതി. എന്നിട്ട് പറയാം, ഇതൊക്കെയും ഒറ്റ വർഷിപ്പ്, ഇതൊക്കെ തരാന്ന്.
വർഷിപ്പ് ചെയ്താൽ കിട്ടുന്നതല്ല ഇത്. അങ്ങനെ ഇപ്പൊ പഠിപ്പിക്കുന്നത്. ആരാധിച്ചാൽ മതി എല്ലാം, അത് പിശാചിന്റെ സൂത്രമാണ്. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ. നീ എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ മതി, ഇത് മുഴുവൻ. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നേ. സാത്താനല്ലേ അത് പറഞ്ഞേ? വായിച്ചേ മത്തായി 4-ാം അധ്യായത്തിന്റെ 9 മുതലല്ലേ? പെട്ടെന്ന് വായിച്ചേ. കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക്. ലോകത്തിലെ എല്ലാ രാജ്യവും കാണിച്ചു. അന്നത്തെ വലിയ വൻകിട രാജ്യമെല്ലാം കാണിച്ചു അതിന്റെ മഹത്വം. ന്യായമായിട്ട് വേണം ചിന്തിച്ചാൽ അന്നത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളും മഹത്വമാ. റോം, കെയ്റോ, ഏതൻസ്, ഡമസ്കസ്, അന്നത്തെ ഏറ്റവും വലിയ പട്ടണങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള പട്ടണങ്ങളാണ്. റോമും ഡമസ്കസും ഏതൻസും കെയ്റോയും ഒക്കെ അന്ന് കാണിച്ചു. അപ്പം ഇത് പ്രസംഗിച്ചപ്പോൾ പണ്ടൊരുത്തൻ ചോദിച്ചു, അമേരിക്ക എന്നാ കാണിക്കാഞ്ഞെന്ന്. അമേരിക്ക അന്ന് പട്ടിക്കാടായിരുന്നു. അത് കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞ് ആ കൊളംബസ് അമേരിക്ക, അതാ അമേരിക്ക അന്ന് കാണിക്കാഞ്ഞ്. അന്ന് കാണിച്ച ഇതല്ല കാണിച്ച്. അത് പറഞ്ഞു ഇതല്ലേ എന്റേതാ, ഇത് മുഴുവൻ എന്റേതാ. ഒന്ന് നമസ്കരിച്ചാൽ മതി. എന്നിട്ട് പറഞ്ഞെന്നാ ഇതൊക്കെ ഇത് സാത്താൻ്റെതാ. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്ത, അതിനെ ഇപ്പൊ സമയമുള്ളൂ. ആരാധിച്ചാലെല്ലാം കിട്ടുമെന്നുള്ളത് സാത്താൻ്റെതാ. ആരാധിക്കുന്ന വല്ലതും കിട്ടാനല്ല. അല്ല, ആ പഠിപ്പീര് സാത്താൻ്റെ പഠിപ്പീരാ. അതിനാ ചുമ്മാ നിൽക്കുന്നതിന് ഇരുന്ന് കൈ അടിക്കുക. ഇവനൊരു താല്പര്യം ഉണ്ടാവില്ല, കിട്ടുമെന്നും പറഞ്ഞ അവനും കിടന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കും. പിന്നെ ഒരു കാര്യം പറയാ, ദൈവത്തെ ആരാധിക്കുന്ന വല്ലതും കിട്ടാനല്ല. എന്തിനാ? അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ടാ. അതുകൊണ്ട് ആരാധിക്കുന്നേ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. വണ്ടി കിട്ടാനും വീട് കിട്ടാനും രോഗം മാറാനും ക്ഷീണം മാറാനും അവൻ നന്മ കിട്ടാനും വിസ അടിച്ച് കിട്ടാനും ഇമിഗ്രന്റ് ആകാനും അവൻ സിറ്റിസൺഷിപ്പ് കിട്ടാനല്ല ആരാധിക്കുന്നത്. അല്ല, അങ്ങനെ പഠിപ്പീരുണ്ട് ഇപ്പം. നീ ആരാധിച്ചാ മതി. അത് ഷാജോപ്പിച്ചതാ. എന്നെ എല്ലാവർക്കും ഒരു വള്ളം മുങ്ങിയതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്നേ. ഞാനിപ്പോൾ അങ്ങ് ഇരുന്നേക്കാം. എന്തിനാ വെറുതെ ആലോക്യം ഉണ്ടാക്കുന്നത്? ആരാധിച്ചാലെല്ലാം കിട്ടുമെന്നുള്ളത് പിശാചിന്റെ പഠിപ്പീരാ. എന്നാ കർത്താവ് പഠിപ്പിച്ച എന്നാന്നറിയാവോ? അത് പറഞ്ഞങ്ങ് നിർത്താം, അതിനെ ഒക്കുവുള്ളു. മത്തായി 6:33 വായിച്ചേ. യേശു പഠിപ്പിച്ചതാ. അതാ വായിര്. മുൻപേ അവന്റെ രാജ്യവും നീതിയും. ഇതാ യേശു പഠിപ്പിച്ചത്. സാത്താൻ പഠിപ്പിക്കുക ആരാധിച്ചാൽ മതി എല്ലാം തരാന്ന്. എന്നാൽ യേശു അങ്ങനെ പഠിപ്പിച്ചില്ല. ആരാധിക്കുന്ന വല്ലതും കിട്ടാനല്ല. ആരാധിക്കുന്ന അവൻ വീട് കിട്ടാനും വണ്ടി കിട്ടാനും ജോലി കിട്ടാനും സാലറി കൂട്ടി കിട്ടാനും അവൻ വിസ കിട്ടാനൊന്നും അല്ല ആരാധിക്കുന്നേ. ആരാധിക്കുന്ന എന്തിനാ? അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ടാ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. കുഞ്ഞാട്, നീ യോഗ്യൻ. നീ ഞങ്ങളെ വീണ്ടെടുത്തു, നീ അറുക്കപ്പെട്ടു, ഞങ്ങളെ രക്ഷിച്ചു. നീ സ്തുതിക്കും സ്തോത്രത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും നീ മാത്രമായി യോഗ്യൻ. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ആരാധിക്കുന്ന വല്ലതും കിട്ടാനല്ല. ആരാധന കിട്ടാനല്ല. നമ്മുടെ ജീവിതം തന്നെ ആരാധനയാ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രധാനമുള്ള ഈ ലോകത്തിന് അനുരൂപരാകാതെ. ഇത് ലോകത്തിന് അനുരൂപരായിക്കൊണ്ടാ ഭയങ്കര വർഷിപ്പ്. ലോകക്കാരെക്കാളും മോശമായിട്ടാ ലിപ്റ്റിക്ക് വിട്ട് പിരിയോ മേടിച്ച 2 മുടി ഇതിലേയും കൂടി ഇട്ട് പിന്നെ ഫാഷൻ പരേഡ്. എന്നെ എല്ലാവരും പരുങ്ങുന്നേ. എല്ലാവരുടെയും കാര്യം ഇവിടെ എനിക്ക് സന്തോഷം തോന്നി. മിക്കവരും യോഗ്യമായ വസ്ത്രം ധരിച്ചിരിക്കുന്നത് നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. ചിലർ നാട്ടിൽ പോയി ഡ്രസ്സ് എടുത്തേച്ച് അത് പ്രദർശിപ്പിക്കാനാ സൺഡേ. അവരെല്ലാവരും ചോദിക്കണം, അതെവിടെ നിന്ന് എടുത്തതാ? അത് കരിക്കിനേത്. സെയിം അവിടെ ഞങ്ങൾ പോകുന്നുണ്ട്. സെയിം ഒന്നും അറിയാമല്ലോ, എല്ലാവരും പൊട്ടനും ഒന്നും അറിയാം. എന്തിനാ പൊലിക്കുക? ഞാൻ വസ്ത്രത്തിനെതിരല്ല.
ആരാധന വസ്ത്രം പ്രദർശിപ്പിക്കാനല്ല, നമ്മുടെ കസർത്ത് കാണിക്കാനുമല്ല, വല്ലതും കിട്ടാനുമല്ല. ആരാധന അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ്. സാധാരണ ഉപദേശമാ, ഒന്ന് ആരാധിച്ചാൽ മതി, ഇത് മുഴുവൻ തരാന്ന്, ഇത് മുഴുവൻ. പക്ഷെ യേശു പഠിപ്പിച്ചത് നേരെ എതിരാ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അതോടുകൂടി ഇതൊക്കെ തരാന്നാ പറഞ്ഞ്. നീ വചനം പ്രമാണിക്കണം, വചനത്തിന്റെ വിശുദ്ധി കാക്കണം, നീ പ്രമാണത്തിൽ നിൽക്കണം. അങ്ങനെ പ്രമാണത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, ജീവിച്ചാൽ നിനക്ക് ആവശ്യമുള്ളതൊക്കെ നിന്റെ ദൈവം തരും. ദൈവം വിശ്വസ്തനാ. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടിച്ചായൻ പറഞ്ഞൊരു വാക്കിൻ്റെ വെളിച്ചത്തിലാണ് ഒരു 5 മിനിറ്റ് കൂടെ എടുത്തത്. മുമ്പോട്ടൊരു 5-6 മിനിറ്റ് പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ കൃത്യം ആ സമയത്ത് നിർത്തിയേനും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവം അറിയാതെ ഒന്നും വരികയില്ല. നിന്റെ ദൈവം അനുവദിക്കാതെ നിനക്ക് ഒരു പോറൽ പോലും വരികയില്ല. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാനും നീയും ഇരിക്കുന്നത്. അവിടുത്തെ തൃക്കൈയിൽ നിന്ന് ആരും നിന്നെ പിടിച്ച് പറിക്കത്തില്ല. സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. അവിടുന്ന് മഹാദൈവമാണ്, അവിടുന്ന് സർവശക്തനാ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം.